ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് സ്കൂളിൽ പോയത് കേട്ടോ. എന്താ വെച്ചാൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ പോകുന്ന അന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഓരോ പീരീഡും കഴിയുമ്പോൾ കഴിഞ്ഞോ എത്ര മണിയായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലാണ് പണി കേട്ടോ. രാവിലെ സ്കൂളിൽ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടിടുക, അതുപോലെ തന്നെ ID കാർഡ്, ബാക്കിയുള്ള പണി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകണം. നമ്മൾ കുട്ടികളെത്തുന്നതിന് മുമ്പ് ക്ലാസ്സിൽ അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ, അത് കമ്പൽസറിയാണ്. നേരെ സ്കൂൾ വിട്ടിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല. വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് ദൂരെയാണ്, സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. വീട്ടിലെത്തിയിട്ട് നേരെ ഡ്രസ്സ് മാറ്റി ഉമ്മ നല്ല ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചായയും കുടിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ വണ്ടി കയറി പെരിന്തൽമണ്ണ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീട്ടിൽ പോയാൽ പിന്നെ അന്നത്തെ രാത്രി ഒരു പെരിന്തൽമണ്ണ വിസിറ്റ് മസ്റ്റാണ് കേട്ടോ. മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫുഡ് അങ്ങാടിയിലൊക്കെ എത്തി അവിടെയൊക്കെ ഒന്ന് കറങ്ങി നമ്മളവിടെയുള്ള NVO പാർക്കിലാണ് ആദ്യം പോയത്. അവിടെ നമുക്ക് സൈൻ ലബനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നേരെ നമ്മൾ ആദ്യം NVO പാർക്കിൽ പോയിട്ടു. NVO പാർക്ക് വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ചില സമയത്ത് അത്യാവശ്യം നല്ല റഷ് ഉണ്ടാവും, പക്ഷേ ചില സമയത്ത് പോയാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് അവിടുത്തെ വൈബ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഷോപ്പുകളും നമുക്കിഷ്ടമുള്ള ഫുഡും, കുറച്ച് സമയം ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫാമിലിയുടെ കൂടെ ആകുമ്പോൾ, നമുക്കിഷ്ടപ്പെട്ടവരുടെ കൂടെ ആകുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് അത് നമുക്ക് എന്താ പറയുക, അങ്ങനൊരു ടൈം നമുക്ക് വേണം വൺസ് ഇൻ എ വൈൽ. അതും കൂടി ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസി ലൈഫിൽ ഭയങ്കര ഹെക്റ്റിക്കായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ NVO പാർക്കിൽ എത്തിയിട്ടുണ്ട്. രാത്രി ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ചൊരു വൈബ് തന്നെയാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അന്ന് നമ്മൾ പോയപ്പോൾ. അങ്ങനെ നമ്മൾ നേരെ സൈൻ ലബിലേക്ക് തന്നെയാണ് വിട്ടുപിടിപ്പിച്ചത്. അവിടുത്തെ ചീസ് ബോംബാണ് കേട്ടോ മക്കളുടെ ഫേവറേറ്റ്. അപ്പോൾ ചീസ് ബോംബ് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അവിടെ ഒരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ, ഉപ്പ, ഉമ്മ, മക്കൾ, പിന്നെ ബ്രദർ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടിയാണ് പോയത് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്.